GHSS മടപ്പള്ളിയിൽ പ്രതിഭാസംഗമവും യാത്രയയപ്പും നാളെ നടക്കുമെന്നും പരിപാടിയുടെ ഭാഗമായി അറിവിന്റെയും സാങ്കേതിക വിദ്യയുടെയും വാതായനങ്ങൾ തുറക്കുന്ന മടപ്പള്ളി ടോക്ക് പരിപാടി സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഏപ്രിൽ 1-ാം തീയതി GHSS മടപ്പള്ളി സംഘടിപ്പിക്കുന്ന മടപ്പള്ളി ടോക്ക്, ഇതിൽ പ്രതിഭാസംഗമം, വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ്, വിദ്യാർത്ഥികളുടെ കലാവിരുന്ന്, പ്രതിഭകളുടെ അനുമോദനം, ഇത്രയും പരിപാടികളാണ് ഏപ്രിൽ 1-ാം തീയതി നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ നടത്താൻ വേണ്ടി എല്ലാവരുടെയും സഹകരണ സഹായങ്ങൾ അഭ്യർത്ഥിക്കുന്നു. 5ാം ക്ലാസ് മുതൽ ബിരുദ ഗവേഷണ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു സംഗമവേദിയായിട്ടാണ് ഇത് സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രഗത്ഭനായ IAS ഓഫീസർ രാജു നാരായണ സ്വാമി, കൂടെ ISROയുടെ സയൻറ്റിസ്റ്റ് ഷാജി സൈമൺ എന്നിങ്ങനെ 2 വ്യത്യസ്ത മേഖലയിലുള്ള പ്രതിഭകളാണ് കുട്ടികളോടൊപ്പം ഇൻട്രാക്ട് ചെയ്യാൻ എത്തുന്നത്. രജിസ്ട്രേഷൻ പ്രത്യേകിച്ചും ബിരുദ വിദ്യാർത്ഥികളുള്ള നമ്മുടെ പഞ്ചായത്തിലെ ഉഞ്ചൻ ഗ്രാമപഞ്ചായത്തിലെ മടപ്പള്ളി കോളേജ് കേന്ദ്രീകരിച്ചും, ഒപ്പം ഒരു ടെക്നിക്കൽ എക്സ്പോ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് വടകരയുടെ മണിയൂരിലെ വിദ്യാർത്ഥികളും ഒരു എക്സിബിഷനും അവരുടെ സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റും ആ വേദിയിൽ പ്രദർശിപ്പിക്കുമെന്നാണ് ധരിക്കുന്നത്. നാളെ അതും കൂടെ അവിടെ നടക്കും, പവലിയനായിട്ട് നടക്കും. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുണ്ടാവുമല്ലോ, അപ്പോൾ അവർ ഇന്ന് കാണുന്ന പൊതുവെ നമ്മൾ കാണുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും വിദ്യാർത്ഥികളുടെ സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റായിട്ടാണ് ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ ആ മേഖലയിൽ കുട്ടികളെ ഓരോരുത്തരുടെയും അഭിരുചി മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ഇവരെ കൂടി, അതായത് നമ്മുടെ 5ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ഇന്ന മേഖലകളൊക്കെ സഞ്ചരിക്കാൻ പറ്റുമെന്ന രീതിയിൽ. കാരണം ഇന്നത്തെ വിദ്യാർത്ഥികൾ വിശേഷിച്ചും നമ്മുടെ ഡോക്ടറാവുക, എഞ്ചിനീയറാവുക, അധ്യാപകർ, അങ്ങനെയുള്ള ചെറിയ സ്വപ്നങ്ങൾ മാത്രം കാണുന്നവരാണ്. അതിനപ്പുറം സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റിലൂടെയും മറ്റുള്ള മേഖലയിലെയും കുട്ടികളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉദ്യമം. ഒഴിവ് സമയങ്ങൾ ഈ വെക്കേഷൻ സമയത്തൊക്കെ പല കാര്യങ്ങളിലേക്ക് ഇങ്ങനെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലേക്ക് ആണ് ഇത് ചിന്തിക്കുന്നത്. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.